ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മോണ്ടിനീഗ്രൻ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള മിലോസ് ട്രിഞ്ചിച്ചുമായിട്ട് വേർപിരിയുന്നു എന്നുള്ളതാണ്. 26 വയസ്സ് മാത്രം പ്രായമുള്ള, ഇപ്പം ISLൻ്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള പ്ലെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് 2023 താരം എത്തിയത്. 2 വർഷങ്ങൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിച്ചു. കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ താരം വേർപിരിയണം എന്നുള്ളൊരു ഒപ്പീനിയനൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുള്ളതാണ്. കാരണം അങ്ങനെ ഒരു ഫോറിൻ സെൻറ്റർ ബാക്കിൻ്റെ, ഇപ്പോൾ നമുക്ക് ലെസ്കോവിച്ചിൽ നിന്നൊക്കെ കിട്ടിയ പോലെ അല്ലെ മറ്റ് പല ടീമുകളുടെയും ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ബാക്കിൻ്റെ അങ്ങനത്തെ ഒരു റോള് ഉള്ള, അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന താരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പറഞ്ഞ ലെസ്കോവിച്ചിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന താരം തന്നെ വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അത്ഭുതപ്പെടുന്ന തരത്തിലൊരു +2 ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്ന തരത്തിലേക്കാണ്, അല്ലെങ്കിൽ കോൺട്രാക്ട് ട്രിഗർ ചെയ്യുന്ന തരത്തിലേക്കൊക്കെയാണ് പോയത്. എന്താണെങ്കിലും 1 വർഷം കോൺട്രാക്റ്റ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് താരവും ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 49ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു താരമാണ്. ഈ ഒരു താരത്തെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ചില മത്സരങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രസീവ് ആയിട്ട് വരാറുണ്ടെങ്കിലും പറഞ്ഞൊരു കൺസിസ്റ്റൻസി പ്രശ്നമുണ്ട്. മിക്ക മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എറേഴ്സ്, അതുപോലെ തന്നെ ട്രാക്ക് ബാക്ക് ഇഷ്യൂസ് ഉണ്ട്. കാരണം അദ്ദേഹം ഒരു അറ്റാക്കിംഗ് വൈസ് എപ്പോഴും ആ ഒരു ലെവലിലേക്കും കൂടെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പ്ലെയറാണ്. പക്ഷേ ആ രീതിയിൽ ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. ഇപ്പം 3 ഗോൾസൊക്കെ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലോങ് ബോളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ ഡിഫെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു ISLൻ്റെ ഒരു സെൻറ്റർ ബാക്ക് റോളിലേക്ക് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡിഫൻസിൻ്റെ തന്നെ ഒരു നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റൻസി വരെ ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അദ്ദേഹം അർഹനായിരുന്നോ എന്ന് പറയുന്നൊരു ചോദ്യം എപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. എനിവേ, ഇനിയിപ്പം അദ്ദേഹം പോവുകയാണ്. ഇതിൽ കൂടുതൽ പറയാനില്ല. ഓൾറെഡി റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നതെന്ന് തോന്നുന്നു. മലേഷ്യയിലേക്കോ ഏതാണ്ട് മലേഷ്യൻ ക്ലബ്ബിലേക്കോ ഒക്കെ ആയിരിക്കും മിലോസ് ട്രിഞ്ചിച്ച് ഒരു കൂടുമാറ്റം നടത്തുക എന്നുള്ളത്. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് അവിടെ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസിലൊരു ലീഡർഷിപ്പ് ഉള്ള ഒരു ട്രൂ ലീഡറായിട്ടുള്ളൊരു പ്ലെയറെ തന്നെ ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം പോയത് ഒരു നല്ല ഡിസിഷനായിട്ട് തന്നെ കാണാം. ഇനി ഏത് പ്ലെയർ ആ പൊസിഷനിലേക്ക് വരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. സോ ദാറ്റ്സ് കേസ്. അപ്പോൾ നിങ്ങൾ ഒപ്പീനിയൻസ് തീർച്ചയായും കമന്റ് ചെയ്യാൻ ശരി.